ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിൽ ഉപസ്ഥിതരായ സയ്യിദ് ജാഫർ സ്വാദിഖ് അവർകളെ, അതുപോലെ വേദിയിലുള്ള ഇന്ത്യൻ മുസ്ലിം ലീഗിലെയും പോഷക സംഘടനകളിലെയും ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കളടക്കമുള്ള നേതാക്കളെ അനുമോദിക്കുന്ന പ്രിയപ്പെട്ട KMCC അടക്കമുള്ള പ്രസ്ഥാനത്തിന്റെ വാർഡ് മുതൽ സംസ്ഥാനതലം വരെയുള്ള എല്ലാ ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഈ ഒരു വൈകിയ സമയത്ത് ഒരു പ്രസംഗത്തിനോ ഒരു സ്വാഗത ഭാഷണത്തിനോ പ്രസക്തിയില്ലെന്നറിയാം. കാരണം ഏറ്റവും ടാസ്കുള്ള ഒരു പണിയാണ് സ്വാഗതം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുക്കി ആ വിഷയത്തെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും സന്തുഷ്ടരാണ്. സന്തോഷത്തിന് എന്ത് ഡെഫിനിഷനാണ് കൊടുക്കാൻ സാധിക്കുക? ആ ഡെഫിനിഷനേക്കാൾ അപ്പുറമുള്ള സന്തുഷ്ടരാണ് നമുക്ക്. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വീട് എന്ന സ്വപ്നം. പല നിലക്കും പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പല നാടുകളിലേക്കും പല രൂപത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ ജോലി ആവശ്യാർത്ഥം പുറപ്പെടുന്ന ഒരുത്തരെയോട് ചോദിച്ചാൽ നിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അവൻ പറയുക, എനിക്കൊരു തല ചായ്ക്കാൻ ഒരു ഇടം ഉണ്ടാകണമെന്ന് ആഗ്രഹം മാത്രമാണ്. അള്ളാഹുവിന്റെ അപാരം അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇന്ന് അത്തരം ഒരു സ്വപ്നത്തിന് പൂവണിയിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരം നിർവഹിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് റബ്ബിനോട് എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് മതിയാകില്ല. കാരണം ഇതൊരു അലങ്കാര വാക്കോ ആലങ്കാരികമായി പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞ വാക്കല്ല, മറിച്ച് ഇന്നിവിടെ ഇത്തരം ഒരു വലിയ സദസ്സ് ഒരുക്കുമ്പോൾ പാൽനിലാവിന്റെ പുഞ്ചിരി പോലെ ലോകത്തിന് പ്രഭപ്പെടുത്തിയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ തലം കെട്ടി കിടക്കുന്ന ഈ ഒരു സായാഹ്നം, ഒരു മാസം തന്നെ മഹാനായ ശിഹാബ് തങ്ങളെ കുറിച്ച് അംഗീകമായ അനുസ്മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാണ്. ആ ഒരു അവസരത്തിൽ തന്നെ ആ മുത്തു ശിഹാബ് തങ്ങളുടെ പേരിൽ കൊണ്ട് തുടക്കം കുറിച്ച സമാനതകളില്ലാത്ത കാരുണ്യത്തിന്റെ സ്പർശം കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഘടകം KMCC ഒരു കുടുംബത്തിന് കൂടി തലച്ചായ്ക്കാൻ വിടം നൽകാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ടവരുടെ സഭയിൽ ചെറുകൂട് ഖതീബ് ഉസ്താദ് ജാഫർ ഉസ്താദി, ഒരു വേദിയിരിക്കുന്ന ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും KMCCയുടെയും നേതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, ഇവിടെ നിർമ്മിച്ചു കൂടിയ മന്യ സഹോദരങ്ങൾ, സഹോദരികൾ, അല്ലാഹു നമ്മളെ നിർമ്മിച്ച കൂടുതലിനെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെ ധന്യമായ ഒരു സാഹചര്യം ഒരു സംഘടനത്തിന്റെ സാക്ഷിയാകുവാൻ നമ്മളോടൊപ്പം സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. തങ്ങളുടെ നാമധേയത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ബൈത്തുർ റഹ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇവിടെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയ്ക്ക്, ബാപ്പ നഷ്ടപ്പെട്ട മക്കൾക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട KMCC പ്രവർത്തകന്മാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. KMCCയുടെ പ്രവർത്തനം ലോകശ്രദ്ധ കുറിച്ച് പറ്റിക്കഴിഞ്ഞ ഒരു സംഭവമാണ്. ജീവകാരുണ്യ രംഗത്ത് നമുക്കെല്ലാം അഭിമാനമായി
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതൃകാ സംഘടന. ഈ നിലക്ക് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുടെയും നിരാരംഭരുടെയും അശ്രമങ്ങളുടെയും ഒക്കെ കണ്ണീരൊപ്പുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നുള്ളത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർന്ന തലമുറയും ഇതൊക്കെ കണ്ടുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല തലമുറയായി വളർന്നു വരണമെന്ന ആഗ്രഹം നമ്മുടെ നേതാക്കളൊക്കെ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നേതാക്കളായ സയ്യിദന്മാരും അതുപോലെ തന്നെ നേതാക്കളും പണ്ഡിതന്മാരും എല്ലാം ഒന്നിച്ചുകൊണ്ട് നല്ലൊരു ഉത്തമമായ ഒരു തലമുറയോട് വാർത്തെടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സംഘടനകൾക്കൊക്കെ രൂപം കൊടുത്തതും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അതിൽ മുസ്ലിം ലീഗ് വളരെയധികം മികച്ച രീതിയിൽ തന്നെ അതിന്റെ അനുബന്ധ സംഘടനകളും പോഷക സംഘടനകളും എല്ലാം ഒരുമിച്ചിരുന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടും ആ നിലയ്ക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധരാവണം. ബഹുമാന്യരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ നിലക്ക് നേതൃത്വം വഹിച്ച മഹനീയമായ ഒരു വ്യക്തിത്വം കൂടിയാണ്. ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്രമാത്രം പാവങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന ഇന്ത്യയിലല്ല ഏഷ്യയിലല്ല ലോകത്ത് പോലും റിസർച്ച് നടത്തിയാൽ അതിന്റെ ഉത്തരം മുസ്ലിം ലീഗ് എന്ന് മാത്രമായിരിക്കുമെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഈ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു. ഇന്നലെയാണ് ഡോക്ടർ 2 വൃക്കകളുടെ തകരാറിലായി ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. MLA വിളിച്ചത് ഒന്നെങ്കിൽ ലീഗ് ഭരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റലിന്റെ അകത്ത് സമർപ്പിച്ച ഡയാലിസിസിൽ ഒരു ഇടം കിട്ടുമോ? ലീഗിന്റെ ഒരു ഭരണസമിതി സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരു വർഷം 1.5 കോടി രൂപ വൃക്ക രോഗികൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒരേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അത് ലീഗ് ഭരിക്കുന്ന മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. ആ ടെൻഷനോടുകൂടി ഡോക്ടർ ഡയാലിസിസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ ലീഗിനെയാണ്. MLA വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ ഹോസ്പിറ്റൽ കിട്ടുമോ? അവർക്കറിയാം ആ ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റൽ എന്നറിയാം. അവർക്ക് നന്നായിട്ട് അറിയാം ഈ സൗകര്യം ചെയ്തു തന്ന പാർട്ടി ലീഗാണ്, ഇതിനെ നിലനിർത്തുന്നത് ലീഗാണ്. വീണ്ടും അവര്, ഞാൻ ഇന്നലെ PV അനീഫിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, 20 ആളുകളിൽ 5 പേരെ പുതിയ ഡയാലിസിസ് ടെക്നീഷ്യൻ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്ത് 5 ആളുകളെ എടുത്തു. 15 പേർ വീണ്ടും വെയിറ്റിംഗ്. ആ വിളിച്ചാൽ വീണ്ടും എന്നോട് ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടിയുടെ കാസർകോട്ടെ വിൻടച്ചിന് ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചു. ചേർത്ത് നിർത്തലാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘർഷത്തിനുള്ളതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്വേഷത്തിനുള്ളതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ളതല്ല. നേതാക്കന്മാരും ജനപ്രതിനിധികളും ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചില അസൗകര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ പ്രിയപ്പെട്ട ജൻസി നടുക ആരെങ്കിലും പേര് വിട്ടിൽ മനഃപൂർവ്വമല്ലാത്ത ആണെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവരും അപ്രതീക്ഷിതമായി കേട്ട ഒരു വാർത്തയാണ് ഇബ്രാഹിം അടുക്കയുടെ, ഇബ്രാഹിം ടിംബറിന്റെ ഒരു മരണ വാർത്ത. ആ മരണസമയത്താണ് നമ്മൾക്ക് എല്ലാവരും മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോയി വെക്കാൻ പോലും ഒരു സ്വന്തമായി ഒരു ഭവനമില്ല എന്ന്. അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങുകളൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള മാലിക്കുദിനാർ വലിയ പള്ളിയിൽ ഖബർസ്ഥാനത്തിൽ നടക്കുന്ന സമയത്താണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്
അദ്ദേഹത്തിന്റെ ചെറിയ 2 ആൺമക്കളെ. അങ്ങനെയാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും പഠിക്കുകയും ആ ചോദിച്ചു പഠിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ലഭിച്ച കുടുംബ സ്വത്തടക്കം അദ്ദേഹത്തിന്റെ പ്രയാസം മൂലം അത് വിറ്റുപോയിട്ടുണ്ട് എന്ന്. ഒരു തുണ്ട് ഭൂമി പോലും അദ്ദേഹത്തിന് സ്വന്തമായില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ KMCC മംഗൽപാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ മറ്റൊരു ഭവന പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കൊടങ്കയിലെ ബാപ്പയില്ലാത്ത 4 പെൺമക്കളുള്ള ഒരു വീട്ടിലേക്കുള്ള ഒരു ഭവന നിർമ്മാണം. അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജബ്ബാർ സാഹിബിന്റെയും ഇമ്പായി പേരിക്കയുടെയും ഒക്കെ ആഷിം മണ്ടസാലന്റെ ഒക്കെ ശ്രദ്ധയിൽ ഇങ്ങനൊരു വിഷയം പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, 8 മണ്ഡലത്തിലെ 8 പഞ്ചായത്തിൽ ഓരോ ബൈത്തുർ റഹ്മാൻ എന്നുള്ള പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. ആ ബൈത്തുർ റഹ്മാന്റെ മംഗൽപാടി പഞ്ചായത്തിലേക്കുള്ളത് അത് താക്കോൽദാന കർമ്മം നടത്തി കഴിഞ്ഞു. ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒരു വീട് ഏറ്റെടുത്ത് തരാൻ സാധിക്കുകയില്ല എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചപ്പോൾ അവർ വീണ്ടും നമ്മളൊരു റിക്വസ്റ്റ് 17ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മുഖാന്തരം നൽകി. പ്രിയപ്പെട്ട അന്നത്തെ ജനറൽ സെക്രട്ടറി ജലീലും ഖാലിദ് വള്ളംകായും ആ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുഖാന്തരമായി വാർഡ് കമ്മിറ്റി ഒരു കത്ത് നൽകി. ആ കത്ത് നൽകിയപ്പോൾ വീണ്ടും ഈ വിഷയം അവർ ചർച്ചയ്ക്കെടുത്തു. 1 രൂപ പോലും കൊടുത്ത ആ മനുഷ്യന് ചിലപ്പോ സ്വന്തം വീടുണ്ടായിരിക്കുന്നില്ല. അങ്ങനത്തെ ആളാണ് ഈ ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ 10,000 കണക്കിന് വീടുകൾ കൊടുത്തു കഴിഞ്ഞു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 കടന്നിട്ടുണ്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്റെ പ്രസംഗം കിട്ടുന്നില്ല. ഈ മാസംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച KMCCയുടെയും മുസ്ലിം ലീഗിന്റെയും എല്ലാ പ്രവർത്തകന്മാർക്കും അള്ളാഹു അർഹരായ പ്രതിഫലം നൽകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ ഞാൻ നൽകുന്നു.